മഴത്തോരും മുംബൈയിലെ അലീന വൈജയന്തിക്ക് മുൻപിൽ സത്യം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ബബിതയുമായിട്ടുള്ള സ്നേഹപ്രകടനത്തിനും സ്നേഹപങ്കുവയ്ക്കലിനും ശേഷം നമ്മുടെ അലീന നേരെ പോകുന്നത് കൊല്ലപ്പിള്ളിയിലേക്കാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ, സത്യം തുറന്നു പറയാൻ വേണ്ടിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് താൻ പോകുന്ന കാര്യം പറയാനായിട്ടാണ് കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നത്. ആദ്യം തന്നെ മനുവിനെ കാണുകയാണ്. മനു അലീനയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്നതെന്ന്. ഇതേസമയം അലീനയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ, ഞാനൊരു യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അലീനെ, എന്നോട് നിനക്ക് യാത്ര പറയാനായിട്ട് കഴിയോ എന്ന് മനു ചോദിക്കുകയാണ്. മനുവേട്ടനോട് മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എങ്കിൽ നീ ആദ്യം പോയി വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ വൈജയന്തിയുടെ മുറിയിലേക്ക് നമ്മുടെ അലീന കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അലീന കടന്നു ചെല്ലുന്ന ആ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി പൊട്ടിത്തെറിച്ചുകൊണ്ട്, എന്തിനാടി നശൂലമേ നീ എൻ്റെ വീട്ടിലേക്ക് വന്നത്? ഞാൻ വരണമെന്ന് പറയാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, മാഡത്തിന് തിരിച്ചു വരാനായിട്ട് സമയമായിരിക്കുകയാണ്. അതായത് ഞാൻ മാഡത്തിൻ്റെ വീട് വിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു നാശം പിടിച്ചവൾ, ഒരു നശിച്ചവൾ ഏത് വീട്ടിൽ പോയാലും ആ വീട് ചൊവ്വാവില്ല, ആ വീട് ഗുണം പിടിക്കില്ല, ആ വീട് നശിച്ചു പോകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം അലീന പറയുകയാണ്, എന്തിനാണ് മാഡം എന്നോട് ഇത്ര ശത്രുത, വൈരാഗ്യം എന്ന് ചോദിക്കുന്നു. നീ ഒറ്റൊരുത്തിയാടി എൻ്റെ കുടുംബം നശിപ്പിച്ച് ഈ വെള്ളിയിലാക്കി കളഞ്ഞത്. നീ എവിടെ ചെന്നാലും നശിച്ച് ആ കുടുംബം പോവുകയുള്ളൂടി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. മാഡം ഈ ശപിക്കുന്നത് ആരെയാണെന്ന് മാഡത്തിന് അറിയില്ല എന്ന് പറയുന്നു. നീ ആരായാലും എനിക്ക് ഒരു പുല്ലടി എന്ന് പറയുമ്പോൾ എങ്കിൽ മാഡം അറിഞ്ഞിരിക്കേണ്ടത് തന്നെ അനിവാര്യമാണ്. എന്തായാലും ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ആരാണെന്ന് മാഡം അച്ഛൻ വഴി അറിയും. അപ്പോഴുണ്ടാകുന്ന ഒരു വലിയ തകർച്ചപ്പെടലിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നതാണ് എന്ന് എനിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 23 വർഷങ്ങൾക്ക് മുമ്പ് വഴിതെറ്റി സഞ്ചരിച്ച ഒരു ബന്ധം മാഡത്തിനുണ്ടായില്ലേ? ആ ബന്ധത്തിൽ ഒരു പെൺകുട്ടി മാഡത്തിന് പിറന്നിരുന്നില്ലേ? ആ പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. മാഡത്തിൻ്റെ അച്ഛനും ചേട്ടന്മാരും പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടി മരിച്ചുപോയെന്നല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് അലീന വ്യക്തമാക്കുന്നു. ആ പെൺകുട്ടി ഇപ്പോഴും ജീവനോടെയുണ്ട്, മാഡത്തിൻ്റെ കൺമുൻപിലുണ്ട് എന്ന് പറയുന്നു. 23 വർഷം മുമ്പ് ആഗ്രയിൽ ഒരാണിൻ്റെ ചൂടറിഞ്ഞ മാഡം ഇവിടെ വന്ന് പ്രസവിച്ച ആ പെൺകുട്ടി വേറെ ആരുമല്ല, അത് താൻ തന്നെയാണ്. അതായത് മാഡം, നിങ്ങൾ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയായതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇത്രയധികം സ്നേഹിച്ചത്. ഇത്രയധികം വേദനിപ്പിച്ചിട്ടും ഒരു മറുവാക്ക് പറയാഞ്ഞത് അതുകൊണ്ടാണ് എന്ന് അലീന വൈജയ്ക്ക് മുൻപിൽ പറയുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ വൈജയന്തി ആകെ തകർന്നു പോവുകയാണ്. എന്തായാലും മാഡത്തിൻ്റെ കൂടെ ഞാൻ ജീവിച്ച സമയം എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റി. പക്ഷേ എനിക്ക് വളരെയധികം വേദനയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മാഡം തന്നത്. എന്തായാലും ഞാൻ പോവുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം വൈജയന്തി
പൊട്ടിക്കരയുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ.